എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നവരാത്രി ആശംസകളോടെ തുടങ്ങട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ ഭക്തിയും പ്രകൃതി ഭംഗിയും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലത്താണ്. മറ്റെവിടെയുമല്ല, മൂകാംബികയിലാണ്. മൂകാംബികയുടെ അമ്മയുടെ മണ്ണിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ. ഇനി നേരെ 3 ദിവസത്തെ മൂകാംബിക വിശേഷങ്ങൾ, നവരാത്രി വിശേഷങ്ങളുമായുള്ള യാത്രത ഇവിടെ തുടങ്ങുകയാണ്. നേരെ മൂകാംബികയിലേക്ക്, അവിടുന്ന് അങ്ങോട്ട് സൗപർണികയിലേക്ക്, അവിടുന്ന് നേരെ കുടജാദ്രിയിലേക്ക്. കൊല്ലൂരിൽ നിന്ന് ശരിക്കും കുടജാദ്രിയിലേക്കുള്ള വളരെ മനോഹരമായ, വളരെ ഭക്തിസാന്ദ്രമായുള്ള പ്രകൃതിയോടൊപ്പമുള്ള ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഈ കാണുന്നത് മൂകാംബിക ദേവീ ക്ഷേത്രത്തിലേക്കുള്ള അതിന്റെ കവാടമാണ്. യാത്ര തുടങ്ങുന്നത്. ഇതൊരു വളരെ പ്രതീകാത്മകമായ, വളരെ ഭക്തി നിർഭരമായ ഒരു യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഒരു കവാടമാണ്. നമുക്ക് പ്രേക്ഷകർ കാണാം. വളരെ മനോഹരമായി തന്നെ ആ കാനനത്തിന്റെ, ആ വനത്തിന്റെ ഒക്കെ ഒരു മനോഹാരിതയിൽ നിർമ്മിച്ച ഒരു കവാടമാണ്. ഒരുപാട് ഭക്തലക്ഷങ്ങൾക്ക്, വിശ്വാസികൾക്കൊക്കെ ഇത് വലിയ തോതിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലെ. ഇവിടെ നിന്നാണ് ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള തുടക്കം. രഞ്ജിത്ത്, ഈ മൂകാംബിക എന്ന് പറയുമ്പോൾ ഭക്തിക്ക് മാത്രമല്ല, പ്രകൃതി കൂടി കനിഞ്ഞ് അനുഗ്രഹിച്ചൊരു സ്ഥലമാണ്. കാരണം നമുക്ക് എവിടെ നോക്കിയാലും വന്യമൃഗങ്ങളെ കാണാം. നമുക്ക് മുന്നിൽ കുറെ കുരങ്ങന്മാരുണ്ട്, വന്യമൃഗങ്ങളെ കാണാം. അങ്ങനെ ഭംഗി. നമ്മൾ വന്നപ്പോൾ തന്നെ കാലാവസ്ഥ വലിയ വെയിലൊന്നുമില്ല, ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ പറയും നവരാത്രിക്ക് ഇവിടെ മഴ ഉണ്ടാകുമെന്ന്. അതേപോലെ പ്രകൃതി അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ കാനനക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ശബരിമലയെ കാനനക്ഷേത്രം എന്ന് പറയും. അതേപോലെ തന്നെ ഈ വനത്തിൽ ചുറ്റപ്പെട്ടൊരു ക്ഷേത്രം തന്നെയാണ് മൂകാംബികയും അല്ലെ. ഈ കാനനക്ഷേത്രങ്ങളുടെ, നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വികസനം, പുരോഗതിയൊക്കെ വളരെ ചർച്ചയാണ്. ഇവിടെയും സമാനമായി തന്നെ വളരെ ചെറിയൊരു പ്രദേശമാണ് കേട്ടോ. കൊല്ലൂർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രദേശമാണ്. ഈ ചെറിയ പ്രദേശത്തേക്കാണ് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത് അവരുടെ ഇഷ്ടദേവതയെ കാണാൻ എന്നുള്ളതാണ്. വരുന്നവർ വീണ്ടും വരുന്നതാണ്. നമ്മൾ ഇതാ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിന്റെ കവാടം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഈ കവാടം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മൂകാംബിക അമ്മയുടെ, ആദ്യം നമ്മൾ പോകുന്നത് വനദേവത ക്ഷേത്രത്തിലേക്കാണ്. മൂകാംബിക അമ്മയുടെ കാവലാളാണ് വനദേവത എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചിട്ടകളും ഒരുപാട് പൂജാകർമ്മങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വനദേവത. കാണാനും ഇത് പറഞ്ഞ ദൃശ്യഭംഗിയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അത്, ഒരു ക്ഷേത്രമാണ്. നമുക്ക് അവിടേക്ക് ആദ്യം ഒന്ന് പോകാം. അവിടേക്ക് നേരെ പോകാം അല്ലെ. അപ്പോ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള കവാടം കഴിഞ്ഞ് തൊട്ടടുത്തുള്ളത് മൂകാംബിക അമ്മയുടെ കാവലായ വനദേവതയാണ്. അപ്പൊ നമുക്ക് നേരെ വനദേവ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇവിടെ ഇത് പറഞ്ഞതുപോലെ തന്നെ വനം മാത്രമേ ഉള്ളൂ, വനത്തിനുള്ളിലുള്ള ഒരു ദേവീ സങ്കല്പം എന്നാണ് കരുതുന്നത്. ഇവിടെ ഇപ്പോഴും ആളുകളുണ്ട്. അതെ, ഇത് സത്യം പറഞ്ഞാൽ ഒരു ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ചുറ്റും കാടാണ്. ഇവിടെ ഇതാ നമുക്ക് കാണാം ഒരുപാട് തൊട്ടിലുകളുണ്ട്. അതെ, ഈ തൊട്ടിലുകളൊക്കെ അഭീഷ്ട സിദ്ധിക്കായി, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ അല്ലെ രഞ്ജിത്ത്. അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ചുറ്റും നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ചുറ്റും ഇവിടെ വലിയ വെയിലൊന്നുമില്ല. ചുറ്റും ഫുൾ പ്രകൃതി കനിഞ്ഞനുകി, പേര് പോലെ തന്നെ വനത്തിനുള്ളിലെ ഒരു ദേവത വസിക്കുന്ന ഇടമാണ്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ. ആ കുറേ മണികൾ, ഒരു മണികളാൽ നിറഞ്ഞൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ പൂജകൾ നടക്കുകയാണ്. ഇതാണ് വനദേവതാ ക്ഷേത്രം. ഇവിടുന്ന് അങ്ങോട്ടാണ് നേരെ നമ്മൾ ഇനി പോകുന്നത് മൂകാംബികയിലേക്കാണ്. അവിടെ നിന്ന് സൗപർണിക, അവിടെ നിന്ന് കുടജാദ്രി. അങ്ങനെയാണ് യാത്ര തുടങ്ങുന്നത്. ഇതാ നോക്കൂ, എന്ത് ഭംഗിയുള്ള കാഴ്ചയല്ലേ. അതെ, തീർച്ചയായും. നമുക്ക് ഈ തൊട്ടിലുകളും മണികളും ഒക്കെ തൂക്കി ഭക്തർ അവരുടെ അഭീഷ്ട സിദ്ധിക്കായി ഇവിടെ വഴിപാടുകൾ കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മടങ്ങുന്നു. ഇതാണ് തുടക്കം. മൂകാംബികയുടെ തുടക്കം ഇവിടെയാണ്. മൂകാംബികയിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ വനദേവതാ ക്ഷേത്രത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച ശേഷമാണ് മൂകാംബിക അമ്മയെ കാണാൻ വേണ്ടി പോകുന്നത്. വനദുർഗ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു നമുക്ക് നേരെ കൊല്ലൂരിൽ നിന്ന് സൗപർണികയിലേക്ക് പോകണം. തീരത്ത് പോകണം. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മളുടെ സ്വപ്നയാത്രയായ കുടജാദ്രിയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ്. നേരത്തെ അടിയൊക്കെ സംസാരിച്ചു. ആദിശങ്കരൻ അദ്ദേഹം അവിടെ ആയിരുന്നു, അവിടെ തപസ്സിരുന്നാണ്. കുറെ കഥകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാലാവസ്ഥ
പ്രതികൂലമായി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ തടസ്സം വരും. അതുകൊണ്ട് നേരെ വളരെ വേഗം അങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട് അല്ലെ, ജീപ്പിലാണ് പോകുന്നത്. നമ്മുടെ യാത്രയാണ്. യാത്രയാണ്. Yes. അപ്പോൾ അതിന്റെ ഒരു യാത്രയുടെ ഒരു രസമുണ്ട്, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഭക്തിയുടെ ഒരു മയം, ഭക്തി കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു യാത്രയാകുമ്പോൾ അപ്പൊ നേരെ ഒരു സ്പിരിച്വൽ ടൂറിസം അല്ലെ, അതെ. ആ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ യാത്ര എത്തിക്കാന്ന് പ്രതീക്ഷിച്ച് നമുക്ക് പുറപ്പെടാം. ശരി. വനദേവതാ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൗപർണികയിലാണ്. പുണ്യമായ പുണ്യ നദിയാണ് സൗപർണിക. ഇതാ ഈ സൗപർണികയിൽ സ്നാനം ചെയ്ത് വേണം മൂകാംബികയിലേക്ക് എത്താൻ എന്നാണ് വിശ്വാസം. നമുക്കറിയാം രഞ്ജിത്ത്, ഈ കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സൗപർണിക. അതുകൊണ്ട് തന്നെ പുണ്യ നദി എന്നാണ് ഈ സൗപർണിക അറിയപ്പെടുന്നത് അല്ലെ. മൂകാംബിക ദേവിയുടെ കാവൽ ദേവതയായ വനദേവതയെ കണ്ട ശേഷം ഈ സൗപർണികയിൽ കുളിച്ചിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നാണ് സങ്കല്പം. വളരെ നല്ല തണുത്ത വെള്ളമാണ്. പുണ്യ നദി, ഏറ്റവും പുണ്യ നദിയാണ് സൗപർണിക. അതിന്റെ ആ ഒരു വിശുദ്ധിയും ആ പുണ്യതയും ഒക്കെ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് വർഷങ്ങളായി. വനത്തോട് ചുറ്റപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. നമുക്കറിയാം ഈ അംബാ വനത്തിലൂടെയാണ് ഈ സൗപർണിക ഒഴുകുന്നത്. കുടജാദ്രിയിൽ നിന്നും ഉണർന്ന് ഔഷധ ചെടികളെയൊക്കെ തട്ടിത്തടഞ്ഞ് ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയൊക്കെ ഒഴുകി താഴ്വരയിൽ എത്തുന്നു. പ്രകൃതി അമ്മയെ വണങ്ങുന്ന ഒരു അപൂർവ കാഴ്ച എന്നാണ് ഇവിടുത്തെ ആളുകൾ ഇതിനെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇതാ നമുക്ക് കാണാൻ സാധിക്കും, പ്രകൃതിയാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടാണ് ഈ സൗപർണിക നദി നിൽക്കുന്നത്. അത്രയും സുന്ദരമായ ഈ പുണ്യനദിക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയതുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾ കൂടി ഉണ്ടല്ലോ അല്ലെ. സുപർണ എന്ന ഗരുഡൻ തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നാണ് പറയുന്നത്. തന്റെ മാതാവിന്റെ സങ്കടമോചനത്തിനായി തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്നു. സന്തുഷ്ടയായ ദേവിയോട് തന്റെ പേരിൽ ഈ നദി അറിയപ്പെടണം എന്ന് ഗരുഡൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദേവി അനുഗ്രഹത്താൽ നദിക്ക് സൗപർണിക എന്ന പേര് സിദ്ധിച്ചു എന്നാണ് വിശ്വാസം അല്ലേ. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസികൾക്കൊക്കെ ഒരുപാട് വിശ്വാസത്തോടു കൂടി പുണ്യ രീതിയിൽ തന്നെ കാൽ കഴുകി അല്ലെങ്കിൽ ഒന്ന് സ്നാനം നടത്തി അടുത്ത നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു നദി. നമുക്ക് ഇവിടെ കാണാം, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് കുളിച്ചും നേരെ ക്ഷേത്ര ദർശനം നടത്തണമെന്ന്. അതൊരു വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. ഈ മൂകാംബികയിൽ വരുന്നവർ സൗപർണിക തീരത്ത് വരുന്നു, സൗപർണികയിൽ മുങ്ങി കുളിക്കുന്നു, നേരെ അമ്മയെ പോയി ദർശനം നടത്തുന്നു എന്നുള്ളൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, അതല്ലാത്തവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ സുന്ദരമായ കുറെ കാഴ്ചകളുണ്ട്. നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം. എന്തായാലും മാർഗം മൊത്തം നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. നല്ല സുന്ദരിയായി ഒഴുകുന്ന ഒരു സൗപർണിക നദിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മള് സൗപർണികയിൽ നമ്മളൊന്ന് കുളിച്ചില്ലെങ്കിൽ ശുദ്ധമായി. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത്, ഇനി നമ്മൾ നേരെ കുടജാദ്രിക്കാണ്. ഈ കുടജാദ്രിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല ഭംഗിയുള്ള കാഴ്ച. സമയം അത് വൈകാൻ പാടില്ല. സമയം വൈകി കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ ഒക്കെ തെറ്റും. അപ്പൊ നേരെ പെട്ടെന്ന് പോകണം എന്നാണ് പുള്ളി പറയുന്നത്. കാലാവസ്ഥ പ്രശ്നം അല്ലേ, കോടയിറങ്ങും പ്രശ്നമാണ്. അപ്പൊ വേഗം നമുക്ക് നേരെ കുടജാദ്രിയിലേക്ക് പോകാം. ഇനി നമുക്ക് കുടജാദ്രിയിൽ പോകുന്ന വഴി പ്രേക്ഷകരെ കാണിക്കാം. അപ്പൊ വിടാം അല്ലേ. ഞങ്ങൾ നെട്ടൂർ എത്തിയിരിക്കുകയാണ്. നെട്ടൂരിൽ നിന്നാണ് കുടജാദ്രിയിലേക്ക് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരമാണ്. നമ്മൾ ഇത്രയും സമയം നമ്മൾ കാറിലാണ് വന്നത്. ഇനിയാണ് യാത്ര തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ജീപ്പിലാണ് പോകുന്നത്. നമ്മുടെ സാരഥിയുണ്ട്. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരിക്കുന്നതാണ് പുള്ളി നമ്മളോട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ ജീപ്പിൽ ഈ വണ്ടിയിൽ വേണം അങ്ങ് കുടജാദ്രി വരെ പോവാൻ. ഇനി ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഭംഗിയാണ്, ആസ്വദിച്ചങ്ങ് പോവാം. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് തുടങ്ങുവാണ് നമ്മുടെ കുടജാദ്രിയിലേക്കുള്ള യാത്ര. ഓക്കെ.
യാത്രയാണ്, ഈ ജീപ്പിലുള്ള യാത്രയാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വാഹനങ്ങളൊന്നും ഒരു വഴിയില്ലേ. അയ്യോ, ഒരു അസാധ്യ യാത്ര എന്നുകൊണ്ടാ പറയണം. ശരിക്കും ഒരു ട്രക്കിംഗ് അല്ലേ, സാഹസിക യാത്ര എന്ന് പറയണം. കാരണം ജീപ്പിൽ നിന്ന് ഇപ്പൊ ചാടി പുറത്തു പോകുന്നുള്ള ടെൻഷനായിരുന്നു. ശരിക്കും ഒരു പേടിച്ച് വരുന്ന യാത്രയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വ്യൂ പോയിന്റ് ആണ്. കുടജാദ്രിയിലേക്കുള്ള യാത്രയുടെ മധ്യ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ശരീരം മുഴുവൻ ഇളകി തെറിച്ചിരിക്കുക. ഒഴിയുമായിട്ടുള്ള യാത്രയിൽ ആണ് ഇത് കടന്നു വന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ ജീപ്പ് മാത്രം കടന്നു പോകുന്ന വഴിയാണ്. 3 കിലോമീറ്റർ വളരെ പെട്ടെന്ന് എത്തണം. അതെ, നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം കോട ഇറക്കി നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരുപാട് ആളുകൾ അപ്പുറത്തൊക്കെ ഉണ്ട്. എല്ലാവരും ഈ സ്ഥലം ആസ്വദിക്കാൻ കാഴ്ച ഇത് തന്നെ പറഞ്ഞു. അത്രമാത്രം ഭംഗിയുണ്ട്. ഇനി കുറച്ചുകൂടെ കാഴ്ച കാണാൻ സാധിക്കും. അപ്പം എന്താ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, ഐതിഹ്യമൊക്കെ എന്താണ്? ഇത് കുടച്ചാതിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ്. ഇത് കുടച്ചാതിലെ 2 അമ്പലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇത് തന്നെയാണ്. മൂലസ്ഥാനായിട്ട് പറയും. കുടച്ചാതിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ്. ഗണേശനും ശിവദേവി 3 പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. 64 ഗണേശനും ശിവനും ദേവി ദേവേശ്വരി. ആദ്യയുഗത്തിലെ സപ്തഋഷികൾ ഹിമാലയത്തിലെ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങൾ. കലിയുഗത്തിലെ ആചാര്യ ശങ്കർ ഇവിടെ വന്നു ദേവി കണ്ട് വിദ്യ ബുദ്ധിക്ക് വേണ്ടിയിട്ട് സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ച് സാക്ഷാത്കരിച്ചത് ഇവിടെയാണ്. ആചാര്യ ശങ്കർക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. ശ്രീമൂകാംബയുടെ മൂലസ്ഥാനമാണ്. ഇവിടെ ഇരിക്കുന്ന 64 തീർത്ഥങ്ങൾ കൊണ്ടൂരിൽ സൗപർണിക്കായിട്ട് പോകും. ഇവിടെ ഇരിക്കുന്ന ദേവി അവിടെ മൂകാംബിക സ്വരൂപത്തിലേക്ക്. അങ്ങോട്ട് സർവജ്ഞപീഠത്തിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ്. ആദ്യം ശങ്കരാചാര്യർ ചെയ്തത് അതേ മാർഗത്തിലാണ്. ശങ്കരാചാര്യർ പറയുമ്പോൾ ആദ്യം ദർശനം കിട്ടുകയാണ്. പിന്നെ മൂടി ശങ്കരപീഠം ചിത്രമൂല മാർഗമായിട്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെല്ലങ്ക സൗണ്ട് വന്നിരിക്കുന്നതെല്ലാം പറയും. ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നെല്ലാം പറയാറുണ്ട്. ഇതാരാണ് ഈ ക്ഷേത്രം നടത്തുന്നതൊക്കെ എങ്ങനെയാ? മൂകാംബിക അല്ല ശിവമോഗ ഡിസ്ട്രിക്ട് വ്യത്യാസമായിട്ടുണ്ട്. മൂകാംബിക ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വരും. ഇത് വരും ശിവമോഗ ഡിസ്ട്രിക്റ്റിൽ വരും. ഇവിടെയല്ല, ഇത് സി കാറ്റഗറി ടെമ്പിൾ ആണ്. ഇവിടെ ആൾക്കാർ കൂട്ടത്തിൽ വരുന്നത് കുറവാണ്. അതെ, ആൾക്കാർ വരുമാനം കുറവാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ അമ്പലത്തിൽ ഉദ്ദേശിച്ച് മൂകാംബിയുടെ പോലെ വരില്ല. ഇവിടെ ടൂറായിട്ട് വരുന്നവരുണ്ട് കൂട്ടത്തിൽ. അമ്പലം പ്രധാനമായിട്ട് വ്യത്യാസത്തിലാണ്. പുറന്ന ആൾക്കാർ 2 മാർഗത്തിൽ വരുന്നുണ്ട്. ട്രക്കിംഗ് വരുന്നവരുണ്ട്, ടൂറായിട്ട് വരുന്നവരുണ്ട്. അടുത്ത് ഫാൾസ് ഉണ്ട് ഇവിടെ, അത് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ട്രക്കിംഗ് വന്നിട്ട് പോകുന്നവരുണ്ട്. അമ്മയുടെ പേരിൽ വരുന്നവരുണ്ട്. എല്ലാം മിക്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് ഇവിടെ അത്ര ഇംപ്രൂവ്മെന്റ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല. ആചാര്യ ശങ്കർക്ക് ദേവി പ്രത്യക്ഷപ്പെട്ട ഒറിജിനൽ പ്ലേസ് അമ്മയുടെ പേരിൽ വരുന്നവർക്ക് ആദ്യം ദർശനം ചെയ്തത് നല്ലതാണ്. പിന്നെ മൂളി ശങ്കരപീഠം, അവിടെയുള്ള സ്ഥിര പൂജ സ്ഥിര പൂജ നടക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. 365 ദിവസം ത്രികാല പൂജയാണ് ഇവിടെ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 times പൂജ ഉണ്ടാവും. നവരാത്രിയിൽ വിശേഷമായിട്ട് രാത്രി അഭിഷേകമെല്ലാം ഉണ്ടാവും.
വലിയ സാഹസിക യാത്ര കഴിഞ്ഞ് നേരെ ഇതാ കുടജാദ്രിയിൽ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ കണ്ടാൽ അറിയാം, മഞ്ഞ് മൂടിയ കോട ഇങ്ങനെ വീഴുകയാണ്. ഈ പ്രദേശത്തെല്ലാം കോടയുടെ വലിയ സാന്നിധ്യമുണ്ട്. ഒപ്പം നമ്മൾ പക്ഷേ ഇവിടെ എത്തി. നമുക്ക് ഇവിടെ ഒരു കൽവിളക്കിലാണ്. ഈ കൽവിളക്കിലാണ് ശ്രീ ശങ്കരാചാര്യർ ദീപം തെളിയിച്ചത്. അറിവിന്റെ ഉറവിടം അല്ലെങ്കിൽ അറിവിന്റെ അവസാന വാക്ക് എന്നാണ് ഈ കൽവിളക്ക് അറിയുന്നത്. അത്രമാത്രം ഒരുപാട് പ്രകൃതി നിറഞ്ഞാടിയ ഒരു സ്ഥലം, എന്നൊക്കെ പറയുന്നു. പ്രതിഷ്ഠയുണ്ട് അവിടെ. അതാണ് ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി പേർ കഴിഞ്ഞിറങ്ങിയാണ്. 5 മണി കഴിഞ്ഞു. അതെ, ശങ്കരാചാര്യ സ്വാമിയുടെ ചെറു വിഗ്രഹവും ശിലകിൽ കൊത്തിയ ശ്രീചക്രവും ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശ്രീചക്രത്തിലാണ് സിംഹാസനേശ്വരിയായ ശ്രീ ലളിതാംബിക വസിക്കുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ സർവജ്ഞ പീഠം കയറിയിരിക്കുകയാണ് രഞ്ജിത്ത്. മലയാളികളാണ്. ഒരുപാട് മലയാളികളെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട് ഇവിടുത്തെ? നമ്മള് വർഷാവർഷങ്ങൾ ഇവിടെ ഈ മൂകാംബിക ദേവിയെ തൊഴാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എല്ലാ പ്രാവശ്യവും വരുന്നതുകൊണ്ട് ഈ പ്രാവശ്യവും ദൈവം സഹായിച്ചിട്ട് അമ്മേന്റെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ കഴിഞ്ഞു. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ സർവജ്ഞപീഠം ഒന്ന് കാണണം. എൻ്റെ സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവരൊക്കെ എല്ലാവരും അടുത്തടുത്തുള്ളവരാണ്. പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. അപ്പോൾ അതും കൂടി ദൈവം സഹായിച്ചിട്ട് ഇവിടെ എത്താൻ നമുക്ക് സാധിച്ചു. യാത്ര അല്പം ഒരു കഠിനമാണ്. ഇവിടെ എത്തുമ്പോ നമുക്ക് ഭയങ്കര മനസ്സിലൊക്കെ മാറി കിട്ടും അല്ലേ? അത് മാത്രമല്ല, കോടമഞ്ഞാണ് നമ്മുടെ ഊട്ടിയിലെല്ലാം പോയൊരു അനുഭവമായി തോന്നുന്നുണ്ട്. പ്രകൃതി അപ്പൊ ഇവിടെ വന്നാലേ എല്ലാവരും ഇപ്പം നമ്മൾ ഒരുപാട് സംസാരിക്കുക പറയുന്നത് ഇവിടെ വന്നാൽ പിന്നെ എല്ലാ വർഷവും വരണമെന്ന് തോന്നുന്നുള്ളതാണ്. ആണോ? അങ്ങനെയാണോ? വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൂകാംബികയിലും ഈ സ്ഥലത്തും എത്താൻ നമുക്ക് പറ്റും. അതാണ് നമ്മളെ അമ്മേന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൃത്യമായി ഇപ്പോൾ ഒരു 10-12 വർഷമായി സ്ഥിരമായി ഇവിടെ എല്ലാ വർഷവും നവമി ആഘോഷത്തിലൂടെ നാളെ കഴിഞ്ഞേ പോകുള്ളൂ. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സുനിൽകുമാർ. പേര് രാജീവൻ. എൻ്റെ പേര് ഗംഗാധരൻ. ഉമേഷ്. അപ്പോൾ വലിയ സന്തോഷം എല്ലാവരും കണ്ടതിൽ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട സർവജ്ഞപീഠത്തിനൊപ്പം കണ്ട കുറച്ച് സർവജ്ഞരാണ്. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. ന്യൂസ് 8ന്റെ നവരാത്രി ആശംസകളും കൂടി. നന്ദി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പതുക്കെ ഇറങ്ങണം. സമയം അതിക്രമിച്ചിരിക്കുന്നു. 6 മണിയാകുമ്പോഴേക്ക് അത് അവര് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ചെക്ക് പോസ്റ്റ് അടച്ചാക്കി പിന്നെ യാത്ര നമുക്ക് താഴെ ഇറങ്ങണമെങ്കിൽ തന്നെ കുറെ സമയം വേണം. അതിന് ജീപ്പിൽ വേണം അങ്ങ് ചെക്ക് പോസ്റ്റ് അല്ലെ? വളരെ പെട്ടെന്ന് നമുക്ക് പോവാം. എന്തായാലും അത്രമാത്രം മനോഹരമായ കാഴ്ചയാണ്. ഈ കുടജാദ്രിയിൽ കൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ എത്തിക്കാമെന്നായിരുന്നു നമ്മൾ തുടക്കത്തിൽ കൊടുത്ത വാക്ക്. ഇപ്പോഴിതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കുടജാദ്രിയിൽ. പ്രകൃതി സുന്ദരമായ, പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച കുടജാദ്രി എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ശങ്കരാചാര്യർ കയറിയ സർവജ്ഞ പീഠം. അവിടെ ഇപ്പോൾ ഞങ്ങളും കയറിയിരിക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യം പോലെ, പുണ്യം പോലെ ഇതാ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന പോലെ ഒരു മഴയുണ്ട്. നല്ല ചാറ്റൽ മഴയുണ്ട്. ശങ്കരാചാര്യർ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ക്ഷേത്രത്തിന്റെ ഭംഗിയാണ്, ചുറ്റും കാനനമാണ്. ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു പ്രയത്നം തന്നെയാണ്. ആ പ്രയത്നത്തിനൊടുവിലാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ശങ്കരാചാര്യ സ്വാമിയുടെ വിഗ്രഹമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ വരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ഭക്തിക്ക് അപ്പുറത്തേക്ക് പ്രകൃതിയുടെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇവിടെ എത്തണം. ആ കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയൊരു കഠിന യാത്ര കഴിഞ്ഞ് ഞങ്ങളിതാ ശങ്കരാചാര്യ സ്വാമിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. സർവജ്ഞ പീഠം കയറിയിരിക്കുകയാണ്. നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം വലിയ കോടയാണ്. മുഴുവൻ കോട മഞ്ഞ് നിറഞ്ഞ നല്ല ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് താഴെ ഇറങ്ങണം. അതെ, അതിനുള്ള ശ്രമത്തിലാണ്. നമുക്കിനിയിപ്പം മറ്റു കാഴ്ചകൾ കൂടി കണ്ട് താഴേക്ക് പോവാം അല്ലേ? അതെ.
നമ്മുടെ കുടയാത്രി യാത്ര അവസാനിക്കുകയാണ്. അവസാനിക്കുകയാണ്. നമ്മളെ വല്ലാതെ ചെറിയൊരു കുറച്ച് നല്ല മഴയായിരുന്നു, നല്ല മഴ കൊണ്ട്. പക്ഷേ അതും ഒരു ഭംഗിയാണ്. കാരണം എപ്പോഴും ഇങ്ങോട്ടേക്ക് എത്താൻ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് എത്താൻ സാഹസികമാണ്. ആ സാഹസികത മുഴുവൻ ഞങ്ങൾ ആസ്വദിച്ചു, അക്കാര്യത്തിൽ സംശയമില്ല. ഇനി ഇവിടുന്ന് പുറപ്പെടാൻ ഞങ്ങളുടെ ഈ ജീപ്പ് മാത്രമേ താഴോട്ടുള്ളൂ. എല്ലാ വണ്ടികളും അത്ര പെരും മഴയായിരുന്നു, നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. എന്തായാലും കുടജാദ്രി നല്ല ഒരു കാലത്തും മറക്കാൻ സാധിക്കാത്ത നല്ല കുറെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അക്കാര്യത്തിൽ സംശയമില്ല. എന്നും ഈ നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടാകും. പ്രേക്ഷകർ എന്തായാലും ഇവിടെ വരാത്തവർ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. വല്ലാത്തൊരു അനുഭവമാണ് ഈ കല്ലും മണ്ണും ഒക്കെ ചവിട്ടി പാറക്കൂട്ടങ്ങളൊക്കെ ചവിട്ടി മുകളിലേക്ക് ചെന്ന് എവിടെയും ലഭിക്കുന്ന ഒന്നല്ല. അതെ, അത് ഇവിടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം, ഇതൊക്കെ ഒന്ന് അനുഭവിക്കണം. അപ്പോൾ കുടജാദ്രിയിലെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം നമ്മുടെ ക്യാമറാമാൻ വിനോദ് ഉണ്ടായിരുന്നു. വിനോദേട്ടനാണ് ഈ ദൃശ്യങ്ങൾ, നല്ല ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി പകർത്തിയത്. അപ്പോൾ വിനോദിനും രഞ്ജിത്ത് രാമചന്ദ്രനൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 18 സൈനിങ് ഓഫ്. ഓക്കെ.